ഹായ് ഫ്രണ്ട്സ്, സീമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് 1 kg മാർബിൾ കേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ 1 kg മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ വീട്ടിൽ കുടുംബസമ്മേളനം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചായയോടൊപ്പം കഴിക്കാൻ ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമുക്കൊരു ബബിൾ സിറ്റി ആവും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ബാറ്ററിൽ മറ്റേ ചോക്ലേറ്റിൻ്റെ ഇതില്ല, അതായത് കൊക്കോ പൗഡർ, അത് കുറച്ച് ബാറ്ററിയിൽ നിന്ന് മിക്സ് ചെയ്തിട്ടാണ് ഈ ബ്രൗൺ കളർ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് നമുക്ക് ഡിസൈൻ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് 1 kg അല്ലത് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് എത്ര പീസ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും എന്നറിയാൻ കൂടിയാണ് ഞാനിങ്ങനെ ചെയ്തത് കേട്ടോ. അങ്ങനെ ഞാനിത് ഡിസൈനൊക്കെ കൊടുത്ത് കഴിഞ്ഞ ശേഷം ഓവനിൽ ഞാനിപ്പോൾ ഇത് അടിയിലത്തെ കോയിന് മാത്രം ഞാനിത് ചൂടാക്കാൻ ഇട്ടിട്ട് ബേക്ക് ചെയ്യണേ. അങ്ങനെ ലാസ്റ്റത്തെ ഒരു 5 മിനിറ്റ് 45 മിനിറ്റിലിടും. ലാസ്റ്റത്തെ ഒരു 5 മിനിറ്റ് മുകളിലത്തെ കോയിലും കൂടി ഓണാക്കുമ്പോൾ ഇങ്ങനെ മുകളിൽ നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടുന്നുണ്ടാവും. അങ്ങനെ അത് 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് ബേക്ക് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ അത് ചൂടാറാനായിട്ട് കാത്തിരുന്നു. ചൂട്ടോടുകൂടി നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ അത് പൊടിഞ്ഞ് വരും. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇത് എത്ര ലെയറുകൾ കിട്ടും, എത്ര കഷ്ണം കിട്ടും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 45 പീസ് കിട്ടും. അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള 45 പീസ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 1 kg മാർബിൾ കേക്ക് 45 പീസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അതായത് ഇതിൽ എൻ്റെ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ തന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കി തരുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ കുടുംബസമ്മേളനത്തിൽ ഞാനിത് എല്ലാവർക്കും കൊടുത്തു, എല്ലാവരും കഴിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഓർഡറുകൾ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. പള്ളിയിലത്തെ അച്ഛനും പറഞ്ഞു അടിപൊളിയായിട്ടുണ്ടെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.